Good morning to all. Money Math എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ സെക്ഷനിലെ 2-3 പ്രോബ്ലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോവാം. ടേബിൾ നോക്കുക. ആ ടേബിളിൽ സെയിൽ പ്രൈസസും പ്രോഫിറ്റ് ഓർ ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിൽ പ്രൈസും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്ര പെർസെൻ്റ് ആണെന്ന് തന്നു കഴിഞ്ഞാൽ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടേബിൾ ഇതായിരുന്നു. ഫസ്റ്റ് വൺ സെയിൽ പ്രൈസ് 4440. അവിടെ 11% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നോക്കുക, നമുക്കറിയാം എന്താണ് കോസ്റ്റ് പ്രൈസിന്റെ മീനിങ് എന്താ? കോസ്റ്റ് പ്രൈസിന്റെ 11% പ്രോഫിറ്റ് കിട്ടിയപ്പോൾ സെയിൽ പ്രൈസ് എത്രയായിരുന്നു? 4440. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പറഞ്ഞേ, നമ്മള് ലാഭം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസിനേക്കാൾ 11% കൂട്ടി വിറ്റപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെയിൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസിന്റെ അല്ലെങ്കിൽ വാങ്ങിയ വിലയുടെ 111% ആണ് എന്ത്? 4440. ഞാൻ എന്ത് മനസ്സിലാക്കാം? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്? 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ 100 പ്ലസ് ടോട്ടൽ പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ലോസ് ആണെങ്കിലും 100 മൈനസ് വരും. അതായത് ഇവിടുത്തെ ഈ 4440 എന്ന് പറഞ്ഞാൽ എന്താണ്? 4440 ഈസ് ഈക്വൽ ടു 111% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണല്ലോ. അതായത് 4440 ഈസ് ഈക്വൽ ടു into cost price. അതായത് cost price is equal to 4440 into 100 divided by 111. Okay, ഇനി നോക്കുക ഇതിന് എന്ത് വരും? 4000. First one cost price 4000. Second case നോക്കുക, അവിടെ 8% ലോസ് ആണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 8280 rupees ആണ് സെയിൽ പ്രൈസ് എങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തുക. അവിടെ എന്താണ്? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് പറയാം സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 8% ഓഫ് കോസ്റ്റ് പ്രൈസ്. എന്താണ് കോസ്റ്റ് പ്രൈസ്? എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 92% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 92 by 100 into cost price. ഇതാണ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ എന്ന് കിട്ടും. സെയിൽ പ്രൈസ് എത്രയായിരുന്നു? 8280 into 100 divided by 92, 9000. അതായത് രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ് 9000 rupees. ഓക്കെ, നെക്സ്റ്റ് വൺ, അവിടെ 12% ആയിരുന്നു ലോസ്. അപ്പൊ ഇതേപോലെ നോക്കുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു അല്ലെ സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 88% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ എന്ന് കിട്ടും 6160 into 100 divided by 88. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7000. ലാസ്റ്റ് വൺ, സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 113% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇതിനകത്ത് 1695 is equal to 113 divided by 100 into cost price. Cost price is equal to 1695 into 100 divided by 113, which is equal to 1500. നോക്കുക, സെക്കൻഡ് ഈ കേസ് എത്രയായിരുന്നു? 7000, 1500. നോക്കുക, ഓരോ ദിവസവും നമുക്കറിയാം. ഫസ്റ്റ് കേസിൽ സെയിൽ പ്രൈസ് 4440 ആയിരുന്നു. അപ്പോഴത്തെ പ്രോഫിറ്റ് പെർസെന്റ് 11% ആയിരുന്നു. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തുക. നമുക്കറിയാം സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 11% പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ പ്രൈസ് ഒക്കെ എത്രയാണ്? 111% ഓഫ് കോസ്റ്റ് പ്രൈസ്. 100ന്റെ കൂടെ ഇവിടെ എത്ര പെർസെന്റ് ആണോ പ്രോഫിറ്റ് കിട്ടിയത് ഇവിടെ അറിയാം. അപ്പൊ 111% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെയിൽ പ്രൈസ്. അതിനകത്ത് കിട്ടി 4440 is equal to 111% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ അകത്ത് കിട്ടുന്നത് 4440 is equal to 111 divided by 100 into cost price. ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4440 into 100 divided by 111, which is equal to, simplify ചെയ്യുമ്പോൾ 4000 എന്ന് ആൻസർ കിട്ടും. രണ്ടാമത്തെ കേസ് എടുത്തു. അവിടെ സെയിൽ പ്രൈസ് 8280 ആയിരുന്നു.
അവിടുത്തെ 8% ലോസ് ആണ് ഉണ്ടായതെങ്കിൽ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? എന്തായാലും ഇതിനേക്കാൾ വലുതായിരിക്കും. ലോസ് ഉണ്ടായി കഴിയുമ്പോൾ സെയിൽ പ്രൈസിനേക്കാൾ വലുതായിരിക്കും കോസ്റ്റ് പ്രൈസ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഉണ്ടാവുമ്പോൾ 100 മൈനസ് എത്ര പെർസെന്റ് ആണ് ലോസ്, അത്രയും പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് സെയിൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടും? 100 മൈനസ് 8, 92% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെയിൽ പ്രൈസ്. അപ്പൊ എന്ത് കിട്ടും? 92% എന്ന് പറഞ്ഞാൽ എന്താണ്? 92/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെയിൽസ് പ്രൈസ്. അതിനകത്ത് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8280 ആണ്. അത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 92. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 9000 കിട്ടും. അതായത് രണ്ടാമത്തെ കേസ് കോസ്റ്റ് പ്രൈസ് 9000. തേർഡ് വൺ, അവിടെയും 12% ലോസ് ആണ് ഉണ്ടായത്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും 12% വില കുറച്ചാണ് കിട്ടിയത്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 88% സെയിൽ പ്രൈസ് കിട്ടിയുള്ളൂ. അതാണ് എന്ത് ചെയ്തേക്കണേ? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 88% ഓഫ് കോസ്റ്റ് പ്രൈസ്. കാരണം എന്താ? 12% നഷ്ടം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാളും അല്ലെ കോസ്റ്റ് പ്രൈസിന്റെ വിലയേക്കാളും 12% കുറച്ചാണ് സെയിൽ പ്രൈസ് നല്ല വിറ്റത്. വാങ്ങിച്ച വിലയേക്കാൾ 12% കുറച്ചാണ് വിറ്റത്. അതുകൊണ്ടാണ് പറഞ്ഞത് സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 88%. കാരണം എന്താ? 12% ലോസ് എന്നാണ്. അപ്പൊ 88% ഓഫ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെയിൽ പ്രൈസ്. അതിനകത്ത് എന്ത് കിട്ടും? ഇനി സെയിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് കിട്ടും? 88/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ് സെയിൽ പ്രൈസ്. സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6160, which is അതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 6160 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 88. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7000. ദെൻ ലാസ്റ്റ് വൺ, അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അതായത് വാങ്ങിച്ച വിലയേക്കാൾ അധികം 13% കൂട്ടിയാണ് നമുക്ക് വിൽക്കാൻ പറ്റുക. അതിനകത്ത് മീനിങ് എന്താ? സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും 13% കൂടുതൽ. അതായത് കോസ്റ്റ് പ്രൈസിന്റെ വിലയുടെ കൂടെ 13% കൂടെ കൂട്ടുന്നു. കോസ്റ്റ് പ്രൈസിന്റെ 13%. അതാണ് 113% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 113% ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ സെയിൽ പ്രൈസ് 1685 ഈസ് ഈക്വൽ ടു 113 ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1685 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 113, which is equal to സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1500. അപ്പൊ ലാസ്റ്റ് കേസിലെ കോസ്റ്റ് പ്രൈസ് 1500. നെക്സ്റ്റ് പ്രോബ്ലം, 10 kilogram of tomatoes were bought for 270 rupees. Of this 1 kilogram was spoiled. To get 20% profit, at what price a kilogram should be remaining be sold? 10 കിലോഗ്രാം തക്കാളി വാങ്ങിച്ചു. 270 രൂപ കൊടുത്ത് 10 കിലോഗ്രാം തക്കാളി വാങ്ങിച്ചു. അതിൽ 1 കിലോഗ്രാം ടൊമാറ്റോ കേടായിപ്പോയി. അങ്ങനെയെങ്കിൽ ഈ ബാക്കിയുള്ള തക്കാളി വിറ്റ് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് 1 കിലോഗ്രാം തക്കാളി വിൽക്കണം? 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടുക? ഓക്കെ, നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയാം. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 270 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്ക് 10% പ്രോഫിറ്റ് കിട്ടണം, അല്ലെ 20% പ്രോഫിറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ പ്രൈസ് എത്ര ആവണം? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽ പ്രൈസ് ആണ് എഴുതുന്നത്. 10 കിലോഗ്രാമിന് വേണ്ട കോസ്റ്റ് പ്രൈസ് ആണ് എന്ത്? 270. ഇങ്ങനെയാണെങ്കിൽ സെയിൽ പ്രൈസ് എത്രയാണ്? 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 120% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം സെയിൽ പ്രൈസ്. 20% ലാഭം കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പൊ എന്ത് വരും? 120 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 270. ഓക്കെ, എത്ര വരും? 12 ഇൻറ്റു 27, 324 റുപ്പീസ്. അതായത് സെയിൽ പ്രൈസ് 324 റുപ്പീസ് കിട്ടണം. ഇനി കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 270 റുപ്പീസ്. എത്ര കിലോയ്ക്കായിരുന്നു? 10 കിലോഗ്രാമിലായിരുന്നു. അപ്പൊ നോക്കുക, ഇനി വിൽക്കാൻ നേരത്തെ 1 കിലോഗ്രാം കേടായിപ്പോയി. അപ്പൊ എന്ത് വരും? റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ടൊമാറ്റോ 1 കിലോഗ്രാം കേടായിപ്പോയി, 9 കിലോഗ്രാം ഉള്ളൂ. അങ്ങനെയെങ്കിൽ പ്രൈസ് പെർ കിലോഗ്രാം ടോട്ടൽ എത്ര രൂപ വിറ്റ് കിട്ടണം? 324 റുപ്പീസ് കിട്ടണം. അങ്ങനെയെങ്കിൽ 9 കിലോഗ്രാം വിൽക്കുമ്പോൾ 324 രൂപ കിട്ടണമെങ്കിൽ 1 കിലോഗ്രാമിൽ എത്ര വേണം? 324 ഡിവൈഡ് ബൈ 9 ചെയ്യുക, 36. 1 കിലോഗ്രാമിന് 36 റുപ്പീസ് വീതം വിറ്റാലാണ് നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടുക. One Shine sold 2 tables at 9,900 rupees each. He got 10% profit in one sale and 10% loss in the other sale. Did the total sale result in profit or loss? What percent? Okay. അതായത് ഷൈൻ 2 ടേബിൾ വിറ്റു. അത് രണ്ടും വിറ്റപ്പോൾ 9,900 റുപ്പീസ് ആണ് കിട്ടിയത്.
ഒരു കേസിൽ 10% പ്രോഫിറ്റ്, ഒരു കേസിൽ 10% ലോസും ആണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ, അത് എത്ര ശതമാനമാണ്? ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് ഫസ്റ്റ് ടേബിളിന്റെ കേസ് എടുക്കാം. അവിടെ 10% പ്രോഫിറ്റ് ആയിരുന്നു. സെയിൽ പ്രൈസ് ഓഫ് ഫസ്റ്റ് ടേബിൾ എത്രയാണ്? 9,900. ആ കേസിൽ എന്താണ്? പ്രോഫിറ്റ് ആയിരുന്നു. പ്രോഫിറ്റ് എത്ര പെർസെന്റ് ആയിരുന്നു? പ്രോഫിറ്റ് പെർസെന്റ് എത്രയായിരുന്നു? 10% പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അതായത് അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 110% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ സെയിൽ പ്രൈസ് എത്രയായിരുന്നു? 9,900 ഈസ് ഈക്വൽ ടു 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് വേണ്ടത്. കോസ്റ്റ് പ്രൈസും സെയിൽ പ്രൈസും അറിയാമെങ്കിൽ നമുക്ക് എത്ര ലാഭം കിട്ടുന്ന അറിയാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് എത്രയായിരുന്നു? 10% ആ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ സെയിൽ പ്രൈസ് നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയ? നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവാണ്, എത്ര രൂപ ലാഭം കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് എന്ത് കിട്ടും? 9,900 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 110 ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ്. അതിനകത്ത് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? 9,000. അതായത് ഫസ്റ്റ് 9,000 റുപ്പീസ് ആണ് കോസ്റ്റ് പ്രൈസ് ഉണ്ടായത് ഫസ്റ്റ് ടേബിളിൽ. ഇനി സെക്കൻഡ് ടേബിൾ നോക്കുക. അവിടെ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ആകെ ചെലവായ എമൗണ്ട് കിട്ടുന്നതിന് ഇവിടെ രണ്ട് ടേബിളിലും വാങ്ങിയ വില അറിയണം. സെക്കൻഡ് കേസിൽ സെയിൽ പ്രൈസ് ഓഫ് സെക്കൻഡ് ടേബിൾ അതുകൊണ്ട് തന്നെയായിരുന്നു 9,900. അവിടെ ലോസ് ആയിരുന്നു. ലോസ് പെർസെന്റ് എത്രയാണ്? അതും 10% ആണ്. അങ്ങനെയെങ്കിൽ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് 9,900 ഈസ് ഈക്വൽ ടു 90 ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 9,900 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും? 11,000 എന്ന് കിട്ടും. ഓക്കെ, അതായത് രണ്ടാമത്തെ കേസിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 11,000. ഓക്കെ, ഇനി നോക്കുക ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് നോക്കുക. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 9,000. ഫസ്റ്റ് ടേബിളിന് 9,000, സെക്കൻഡ് ടേബിളിന് എത്രയായിരുന്നു? 11,000. അപ്പൊ എത്ര വരും? 20,000 ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഇനി ടോട്ടൽ സെയിൽ പ്രൈസ് ആകെ വിറ്റ് കിട്ടിയത് ഫസ്റ്റ് കേസിൽ 9,900 ഇൻറ്റു 9 പ്ലസ് 9,900 വിച്ച് ഇസ് ഈക്വൽ ടു 19,800 റുപ്പീസ് കിട്ടി. ഇപ്പൊ നോക്കുക, അവിടെ നഷ്ടമാണോ ലാഭമാണോ? അവിടെ എന്താണ് നഷ്ടം സംഭവിച്ചത്? എത്ര രൂപ? ടോട്ടൽ സെയിലില് ലോസ് ആണ്. 200 റുപ്പീസ് ലോസ് ഉണ്ടായി. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോസ് പെർസെന്റ് എത്ര ശതമാനം നോക്കാം. അതായത് ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 20,000 ഇൻറ്റു 100 എത്ര വരും? 1%. അപ്പൊ ഇവിടെ എത്രയാണ് ലോസ് ഉണ്ടായത്? 1% ലോസ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സെയിൽ എത്ര ശതമാനം? 1% ലോസ് ഉണ്ടായി. നിങ്ങൾ പറയാം, ഫസ്റ്റ് ടേബിൾ വിറ്റപ്പോൾ 9,900 റുപ്പീസ് കിട്ടി. അപ്പൊ പ്രോഫിറ്റ് 10% കിട്ടി. അങ്ങനെയെങ്കിൽ സെയിൽ പ്രൈസ് എന്തായിരുന്നു? 110% ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കൂട്ടിയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 9,900 is equal to 110 divided by 100 into cost price, which is equal to cost price is equal to cross multiply 9,900 into 100 divided by 110. 0 cancel ചെയ്തു. 11 കൊണ്ട് 9,900 ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. അപ്പൊ 900 into 9,000. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 9,000. അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9,000 കിട്ടി. സെക്കൻഡ് കേസിലെ ടേബിൾ വിറ്റപ്പോൾ കിട്ടിയത് 9,900. അവിടെ 10% ലോസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 10% കുറച്ചാണ്. കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കുറച്ചാണ് വിറ്റത്. അപ്പോഴാണ് സെയിൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 9,900 is equal to 90 by 100 into cost price. Cross multiply ചെയ്യുമ്പോൾ cost price is equal to 9,900 into 100 divided by 90. അപ്പോൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11,000 എന്ന് കിട്ടി. അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് is equal to ഫസ്റ്റ് കേസിൽ 9,000, സെക്കൻഡ് കേസിൽ 11,000, ടോട്ടൽ 20,000. ടോട്ടൽ സെയിൽ പ്രൈസ് ആകെ വിറ്റ് കിട്ടിയത് 9,000 പ്ലസ് 9,900 പ്ലസ് 9,900 is equal to 9,800. ഓക്കെ, അപ്പോൾ എന്താണ്?
ആകെ 20,000 രൂപയ്ക്കാണ് ടേബിൾ വാങ്ങിച്ചത്, പക്ഷെ വിറ്റ് കഴിഞ്ഞപ്പോൾ 9,800 കിട്ടിയുള്ളൂ. അപ്പൊ 200 രൂപ ലോസ് ഉണ്ടായി. ടോട്ടൽ ലോസ് എത്രയാണ്? 200. അപ്പൊ എന്നിട്ട് ലോസ് പെർസെന്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1%. അതായത് ഇവിടുത്തെ സെയിലിന് 1% ലോസ് ആണ് ഉണ്ടായത്. Next question. A trader makes 20% profit in selling a washing machine at 12,000 rupees. How much would he have invested in the machine? During New Year sale, its price is reduced by 1,200 rupees. Is the sale now at a profit or loss? What is the percent? Okay. ഒരു കച്ചവടക്കാരൻ ഒരു വാഷിംഗ് മെഷീൻ വിൽക്കുമ്പോൾ 20% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി 12,000 റുപ്പീസിന് ഒരു വാഷിംഗ് മെഷീൻ വിറ്റു. അങ്ങനെയെങ്കിൽ ആ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ട് ആ കടക്കാരൻ എത്ര രൂപ ചെലവാക്കി? അതായത് ഒരു വാഷിംഗ് മെഷീന് 20% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അയാൾ അതിന് 12,000 റുപ്പീസിന് വിറ്റു. അങ്ങനെയെങ്കിൽ എത്ര രൂപയ്ക്കാണ് ആ വാഷിംഗ് മെഷീൻ ആ കടക്കാരൻ വാങ്ങിച്ചത്? ഇനി അടുത്ത പുതുവർഷത്തോടനുബന്ധിച്ച് ന്യൂ ഇയർ സെയിലിനോടനുബന്ധിച്ച് അയാൾ ആ വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് 1,200 റുപ്പീസും കൂടെ ഈ സെയിൽ പ്രൈസിൽ നിന്ന് 1,200 റുപ്പീസ് കൂടെ കുറച്ച് വിറ്റു. അങ്ങനെയെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? എത്ര രൂപ, എത്ര പെർസെൻറ്റേജ് ആണ് ആ ലാഭം അല്ലെങ്കിൽ ആ നഷ്ടം? ഓക്കെ, നമുക്ക് എന്തറിയാം? ഫസ്റ്റ് കേസിൽ സെയിൽ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ, സെയിൽ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ എത്രയാണ്? 12,000 rupees. ഓക്കെ, ദെൻ പ്രോഫിറ്റ് എത്രയായിരുന്നു? പ്രോഫിറ്റ് 20%. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നോക്കുക, സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് ആവട്ടെങ്കിൽ 120% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്ത് പറയാം? 12,000 is equal to 120 divided by 100 into cost price. പിന്നെ അന്ന് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് is equal to 12,000 into 100 divided by 120. ഓക്കെ, എന്ത് കിട്ടും? 10,000 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10,000 കിട്ടും. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ is equal to 10,000. ന്യൂ പ്രൈസ്, ന്യൂ ഇയറിനുള്ള പുതിയ പ്രൈസ്, ന്യൂ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ എത്രയായിരുന്നു? അന്നേരം ഉണ്ടായിരുന്നതിനേക്കാൾ 1,200 റുപ്പീസ് കുറച്ച് ലിമിറ്റ്. ന്യൂ ഇയറിനുള്ള പ്രൈസ് എത്രയാണ്? 10,800. ഓക്കെ, ഇവിടെ നോക്കുക, പക്ഷെ അയാള് 10,000 രൂപ എടുത്ത് വാങ്ങിച്ചത് 10,800 റുപ്പീസിനാണ് ന്യൂ ഇയറിന് വിറ്റത്. അങ്ങനെയെങ്കിൽ എത്ര രൂപ ലാഭം കിട്ടും? പ്രോഫിറ്റ് എല്ലാം ഉണ്ടായത് കോസ്റ്റ് പ്രൈസിനൊക്കെ കൂടുതലല്ലേ സെല്ലിംഗ് പ്രൈസ്. ന്യൂ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ എത്രയാ? 10,800. അപ്പോഴാണ് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 800. ഓക്കെ, അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടുക നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ത് വരും? 8%. അയാൾക്ക് 8% പ്രോഫിറ്റ് കിട്ടി. ഒന്നുകൂടെ പറയാം, ഒരു വാഷിംഗ് മെഷീനിന് 12,000 റുപ്പീസ് രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10,000, അതായത് സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 120% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതിനകത്ത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 12,000 into 100 divided by 120. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10,000 കിട്ടും. അയാൾ 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു വാഷിംഗ് മെഷീൻ 12,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, ന്യൂ ഇയറിന് ആ വാഷിംഗ് മെഷീനിന് 1,200 റുപ്പീസും കൂടെ കുറച്ച് കിട്ടും. അങ്ങനെയെങ്കിൽ ന്യൂ ഇയറിലെ പ്രൈസ്, ന്യൂ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ, ന്യൂ പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ ഈസ് ഈക്വൽ ടു 10,800. അങ്ങനെ എന്നാണ് ഉണ്ടായത്? 10,000 കൊടുത്ത് വാങ്ങിച്ചത് ഇപ്പോൾ വിറ്റപ്പോൾ 10,800 കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 800 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് പെർസെൻറ്റ് എത്രയാണ്? 800 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 10,000 into 100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8%. അയാൾക്ക് 8% ലാഭം കിട്ടും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങളെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.